ആശാനെ, ആശാൻ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. എന്ത് മാർഗം എൻ്റെ പീയൂഷേ? ഞാൻ പെട്ടു. ആശാന അങ്ങനെ ടെൻഷൻ ആവണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അല്ല ആശാനെ, ഈ പോലീസുകാർ വന്നിട്ട് ആശാനോട് എന്താ പറഞ്ഞു? എൻ്റെ പൊന്ന് പീയൂഷേ, അവരുടെ എല്ലാവരുടെയും ഫുൾ ഡീറ്റെയിൽസ് നാളെ കാലത്ത് സ്റ്റേഷനിൽ തീരുന്നത് പറയുക. ഇതൊക്കെ എനിക്ക് ആലോചിക്കുമ്പോണ്ടല്ലോ, എനിക്ക് എങ്ങോട്ടൊക്കെ പോകണം. തന്റെ പണിക്കാരാണോ അവൻ? പിന്നെ എങ്ങനെയാണോ അവൻ തന്റെ റൂമിൽ വന്നത്? വണ്ടിക്കാരനെ നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിലെത്തി ഇവന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നെ തന്നില്ലെങ്കിൽ നാളെ തന്നെ ആയിരിക്കും ഇങ്ങനെ കൊണ്ടുപോണത്. എൻ്റെ പൊന്ന് പീയൂഷേ, ഞാൻ ആദ്യം ജോലിക്ക് വെച്ചിരിക്കുന്ന ബംഗാളികളുടെ ഫുൾ ഡീറ്റെയിൽസ് തുടങ്ങി. ഇപ്പം പുതുതായിട്ട് വെച്ചിരിക്കുന്ന ബംഗാളികളുടെ ഡീറ്റെയിൽസ് വരെ ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കാനാ? മുർഷിദാബാദ് വരെ പോകണം. ആശാനെ, ഈ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ നാട്ടിൽ പണിക്ക് വരുമ്പേ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെക്കണ്ടേ? ആധാറിന്റെ കോപ്പിയും ഫോട്ടോയും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം നിയമമുണ്ട്, അതറിയോ ആശാനെ? ശരിയാ പീയൂഷേ, അങ്ങനെ നിയമമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴാണ് ഞാനതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ആശാനെ, ഒരു ഫോട്ടോയും ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി എടുത്ത് കയ്യിൽ വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുന്ന. ആശാനെ, ആശാനോട് പറയണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്നാലും ആശാനോട് പറയാതിരിക്കാൻ വയ്യ. ഈ വന്നവൻ 2 പേരെ തട്ടിട്ട് വന്നേക്കണം. ഈ മാറ്റർ അല്പം സീരിയസാണ്. ആശാൻ സൂക്ഷിച്ച നല്ലത്. ആശാൻ പെട്ടെന്ന് തോന്നണല്ലേ? പേടിക്കല, ഞാനുണ്ട്. അല്ല, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്? ആശാൻ ഒരു കാര്യം ചെയ്യും, നാളെ കാലത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം. അവരുടെ കൈയും കാലും പിടിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്ന് ദാസ, ഞാൻ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവിടെ താമസിക്കുന്നത് നിസ്സാര വാടകയ്ക്കാണ്. അത് ചിലർ തന്നാൽ തന്നു, ചിലർ തന്നില്ല. പിന്നെയാണ് ഞാൻ ഈ ടെൻഷൻ മുഴുവൻ ഉപയോഗിക്കുന്നത്. എങ്കിലും ആശാന്റെ അവസ്ഥ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞാൽ പോരെ? എന്നാൽ പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. അവർ പറയണ പോലെ അങ്ങനെ ചെയ്യാം.